നമ്മുടെ മക്കൾക്ക് കണ്ണേറ് സംഭവിക്കുമോ? അത് സംഭവിച്ചിട്ടുണ്ടോ? അവരനുഭവിക്കുന്ന ഈ പ്രയാസങ്ങൾ കണ്ണേറ് കാരണമായിട്ടാണോ? മക്കൾക്കും കുട്ടികൾക്കും മാത്രം സംഭവിക്കുന്നതാണോ കണ്ണേറ്? മുതിർന്നവർക്കും വലിയവർക്കും സംഭവിക്കുമോ? അത് വീടുകൾക്ക്, മനുഷ്യർക്ക് മാത്രമാണോ ഇത് സംഭവിക്കുക? വീടുകൾക്ക്, കടകൾക്ക്, നമ്മുടെ സ്ഥലങ്ങൾക്ക്, വാഹനങ്ങൾക്ക്, നമ്മുടെ വസ്തുക്കൾക്കൊക്കെ കണ്ണേറ് ഇതുപോലെ സംഭവിക്കുമോ? കണ്ണേറ് സംഭവിച്ചാൽ എന്താണ് ചെയ്യേണ്ടത്? അതിനുള്ള പരിഹാരങ്ങൾ എന്താണ്? കണ്ണേറിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? അത്തരം സംഭവങ്ങളിൽ നിന്ന് നമുക്ക് പൂർണ്ണമായും മുക്തമാകാൻ സാധിക്കുമോ? എന്നീ തുടങ്ങിയ വിഷയങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ നിങ്ങൾ കാണുന്നതിലൂടെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയും നമ്മുടെ മക്കളിലൊക്കെ കണ്ണേറ് കാരണമായിട്ട് സംഭവിക്കുന്ന സകല ആഫത്ത് മുസീബത്തുകളെ തൊട്ടും നമുക്ക് വലിയ കാവല് നൽകാൻ കഴിയുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ ഈ വീഡിയോയിൽ പറയുന്നതുണ്ട്. പൂർണ്ണമായും എല്ലാവരും കാണണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇതിന് തൊട്ട് മുമ്പ് സിഹറുമായി ബന്ധപ്പെട്ടിട്ട്, വീട്, സ്ഥലം ഇവകളൊക്കെ കച്ചവടം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ ഒരുപാട് ആളുകൾ അവരവരുടെ പ്രയാസങ്ങൾ പറഞ്ഞ് മുമ്പത്തെ വീഡിയോകൾ കണ്ട് അതിൽ പറയുന്ന അമലുകളൊക്കെ ചെയ്യാൻ വേണ്ടി മുതിർന്നവർ, അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നവർ പലരും നമ്മെ ഫോൺ ചെയ്തിട്ടുണ്ട്. പലരുടെയും ഫോൺ കോളുകൾ നമുക്ക് എടുക്കാൻ സാധിച്ചിട്ടില്ല. അത്രയും ഫോൺ കോളുകൾ വരുന്നത് കാരണമായിട്ട് ഇന്ന് വന്ന ഫോൺ കോളുകൾ മാത്രം ഞാൻ വെറുതെ ഒന്ന് ജസ്റ്റ് എണ്ണി നോക്കിയപ്പോൾ ഏകദേശം ഇന്ന് ഈ സമയം വരെ 230ഓളം ഫോൺ കോളുകൾ വന്നിട്ടുണ്ട്. അപ്പൊ അതിൽ വളരെ കുറഞ്ഞ ഫോൺ കോളുകൾ മാത്രമാണ് നമുക്ക് എടുക്കാൻ സാധിച്ചിട്ടുള്ളത്. അത്രയും നിരന്തരം ഫോൺ കോളുകൾ വരുമ്പോൾ നമുക്ക് പലതും എടുക്കാൻ കഴിയലില്ല. അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും ഓർമ്മപ്പെടുത്താറുള്ളത് പോലെ നിങ്ങൾക്ക് ഏത് വിഷയങ്ങളും, ഞാൻ ഒരുപാട് വിഷയങ്ങൾ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, സിഹർ ബാത്തിലാക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, അതേപോലെ തന്നെ വ്യത്യസ്തങ്ങളായ ഒരുപാട് വിഷയങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ വിഷയങ്ങളൊക്കെ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. അതിനെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് ഏത് വിഷയങ്ങളും ചോദിക്കാൻ, നിങ്ങളുടെ ഏത് പ്രയാസങ്ങളും പറയാം. നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ്. ചൊവ്വാഴ്ച നേരിട്ട് വരാൻ വേണ്ടി ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച 10 മണിക്കാണ്. വിളിച്ച് ബുക്ക് ചെയ്തതിൻ്റെ ശേഷം മാത്രമേ വരാവൂ. പലരും ബുക്ക് ചെയ്യാതെ വരുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്കിതൊക്കെ പറയേണ്ടി വരുന്നതെന്ന് ഓർമ്മപ്പെടുത്താണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ വിഷയങ്ങളിലൊക്കെ വലിയ സലാമത്ത് നൽകട്ടെ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നിങ്ങൾ നേരത്തെ ഞാൻ പറഞ്ഞ ഒരുപാട് ആളുകൾ പല വിഷയങ്ങളും പറഞ്ഞ് ഫോൺ കോളുകൾ ചെയ്യുന്നുണ്ട്. അതിൽ വലിയ സന്തോഷവും നമുക്കുണ്ട്. നമ്മൾ നേരത്തെ ഒരു ബിസ്മിയുടെ വീഡിയോ പറഞ്ഞിരുന്നു. നമ്മുടെ ഏത് കാര്യവും സാധിച്ചു കിട്ടാൻ നിങ്ങൾ ഈ പറയുന്ന രൂപത്തിൽ ചെയ്താൽ മതി എന്ന് പറഞ്ഞ് 12,000 ബിസ്മിയുടെ ഒരു അമല് നാം പറഞ്ഞിരുന്നു. അത് ഒരുപാട് ആളുകൾ ചെയ്തു തുടങ്ങി എന്ന് എന്നെ അറിയിച്ചിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്. അവർക്കൊക്കെ അവർ എന്തിനു വേണ്ടിയാണോ അത് ചെയ്യുന്നത് അതിനുള്ള തിക്തമായ അർഹമായ പ്രതിഫലം അത് നല്ല രൂപത്തിൽ അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അങ്ങനെ ഇന്ന് ഞാൻ അവരുടെ സ്ഥലം പറയുന്നില്ല, തെക്ക് ഭാഗത്ത് നിന്നൊരു കുടുംബം, അവർക്ക് പ്രത്യേകം അവരുടെ മകന് ഒരു ഓപ്പറേഷൻ പറഞ്ഞിരുന്നു. ആ ഓപ്പറേഷൻ ചെയ്യണമെന്ന് കൃത്യമായി ഡോക്ടേഴ്സ് പറഞ്ഞതാണ്. അൽഹംദുലില്ലാഹ് അവർ ഈ 12,000 ബിസ്മി, അത് ഒരു രൂപമുണ്ട്, ആ രൂപത്തിൽ കൃത്യമായി ചൊല്ലാൻ വേണ്ടി ഏറ്റെടുക്കുകയും അത് ചൊല്ലിയിട്ട് ഏകദേശം ഇനി 3,000 മാത്രമേ അവർക്ക് ബാക്കിയുള്ളൂ എന്നാണ് ഇന്ന് എന്നെ ഫോൺ വിളിച്ചപ്പോൾ അറിയിച്ചത്. ബാക്കിയെല്ലാം അവർ ചൊല്ലി തീർത്തു. അപ്പോഴേക്ക് ഡോക്ടർ അവരോട് ഓപ്പറേഷൻ ചെയ്യേണ്ടതില്ല, എക്സസൈസ് ചെയ്താൽ മതി, എന്നിട്ട് പിന്നീട് കാണിക്കൂ എന്ന് പറഞ്ഞ് ഓപ്പറേഷൻ വേണ്ട എന്ന് പറഞ്ഞ സന്തോഷ വാർത്ത നമ്മെ അറിയിച്ചിട്ടുള്ളത് നമ്മുടെ മഹത്വമൊന്നല്ല, അതവർ ചൊല്ലുന്ന ബിസ്മിയുടെ മഹത്വമാണ്, അവരേറ്റെടുത്ത നിയ്യത്തിന്റെ മഹത്വമാണ്. അതുപോലെ ഒരുപാട് ആളുകൾ അത്തരം വിഷയങ്ങൾ അറിയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സിഹർ ബാത്തിലാക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലേക്ക് ഇറങ്ങിയവരുണ്ട് ആ വീഡിയോ കണ്ടിട്ട്. അതേപോലെ തന്നെ ജോലി, പ്രവാസികൾക്ക് ഉൾപ്പെടെയുള്ളവർക്ക് ജോലിയിലെ ബറക്കത്ത് ലഭിക്കാനും പ്രൊമോഷൻ ഉണ്ടാകാനൊക്കെ വ്യത്യസ്തങ്ങളായ വിഷയങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ കണ്ട് അതൊക്കെ ജീവിതത്തിൽ പകർത്താൻ വേണ്ടി കരുതിയവരുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തെല്ലാം അമലുകളാണോ ചെയ്യുന്നത് അതിനെല്ലാം അല്ലാഹു അവർ ആ ചെയ്യുന്നതിന്റെ ഫലം റബ്ബ് സുബ്ഹാനഹു വ തആല ജീവിതത്തിൽ കാണിച്ചു കൊടുക്കുമാറാകട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. ഇന്ന് നാം പറയാൻ പോകുന്നത് കണ്ണേറുമായി ബന്ധപ്പെട്ടതാണ്. കണ്ണേറ് യഥാർത്ഥത്തിൽ ഉണ്ടോ? അത് സംഭവിക്കുമോ? അത് സത്യമാണോ? അതല്ല വെറുതെ ഇങ്ങനെ പറഞ്ഞ് പരത്തുന്നതാണോ? യഥാർത്ഥത്തിൽ കണ്ണേറുണ്ടോ? ആദരവായ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അൽ ഐനു ഹഖ്ഖുൻ, കണ്ണേറ് യാഥാർത്ഥ്യമാണ്, അത് സംഭവിക്കുന്നതാണ്, അത് സത്യമാണ്, കണ്ണേറ് സംഭവിക്കുമെന്ന് മുത്തു ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. ജീവിതത്തിൽ ഇന്നുവരെ സത്യത്തിനെതിരെ പറഞ്ഞിട്ടില്ലാത്ത ആദരവായ ഹബീബ്
സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാക്കാണ്, ഞാൻ പറഞ്ഞതല്ല, ഞങ്ങൾ ആരും പറയുന്നതുമല്ല, ഹബീബായ തങ്ങൾ പറഞ്ഞതാണ്. അൽ ഐനു ഹഖ്ഖുൻ, കണ്ണേർ യാഥാർത്ഥ്യമാണ്, അത് സംഭവിക്കും, അത് സംഭവിച്ചവരുണ്ട്. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കിലേക്ക് ഒരു സഹോദരിയെ, ഒരു സ്ത്രീയെ കൊണ്ടുവരികയാണ്. ആ സ്ത്രീയെ കുറിച്ച് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, നിങ്ങൾ ഒരു സഹാബിയോട് വിളിച്ചു പറയുകയാണ്, നിങ്ങൾ വിശുദ്ധ ഖുർആൻ ഓതിയിട്ട് ഈ സ്ത്രീക്ക് മന്ത്രിച്ചു കൊടുക്കണം, അവർക്ക് കണ്ണേറ് സംഭവിച്ചിട്ടുണ്ട് എന്ന്. അപ്പൊ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കണ്ണേറ് സംഭവിക്കുന്നതിനുള്ള പ്രതിവിധിയും പറഞ്ഞൊരു സഹാബിയെ ഏൽപ്പിക്കുക പോലും ചെയ്തിട്ടുണ്ട്. അപ്പൊ കണ്ണേറ് സംഭവിക്കും എന്നുള്ളതാണ്. അപ്പൊ കണ്ണേറ് സംഭവിക്കാതിരിക്കാൻ, അത് ആർക്കൊക്കെ സംഭവിക്കും? കുട്ടികൾക്ക് മാത്രം സംഭവിക്കുന്നതാണോ? അതെല്ലാവർക്കും സംഭവിക്കും. അത് വീടിന് സംഭവിക്കും, അത് നമ്മുടെ വസ്തുക്കൾക്ക്, വാഹനങ്ങൾക്കൊക്കെ ഇത് സംഭവിക്കാം. അപ്പൊ അതിൽ നിന്ന് കാവല് നൽകാൻ വേണ്ടിയിട്ടുള്ള ഒരു ദിക്ർ, ഒരു മന്ത്രം, പ്രത്യേകം വളരെ ഫലമുള്ള ഒരു മന്ത്രം ഈ വീഡിയോയുടെ അവസാനം പറയുന്നുണ്ട്. അള്ളാഹു നമുക്ക് മുഴുവനായി കേൾക്കാനും കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്താനുമുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്താണ് കണ്ണേർ എന്നുള്ളത് മനസ്സിലാക്കിയിട്ടുണ്ടോ? കണ്ണേർ എന്ന് പറഞ്ഞാൽ ചില ആളുകളിൽ നിന്ന് അസൂയ മൂലമുണ്ടാകുന്ന, അല്ലെങ്കിൽ ചില പ്രത്യേക അവസ്ഥകളിൽ നിന്നുണ്ടാകുന്ന ഒരു നോട്ടത്തിൽ നിന്ന് സംഭവിക്കുന്ന ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളുമാണ് കണ്ണേർ. അപ്പൊ കണ്ണേർ എന്താണെന്ന് പറഞ്ഞു, മനസ്സിലായോ? ചില ആളുകളിൽ നിന്ന്, ചില ചീത്ത പ്രകൃതിയുള്ള, ദുഷ്പ്രകൃതിയുള്ള ആളുകളിൽ നിന്ന്, അല്ലെങ്കിൽ ചില ആളുകളിൽ നിന്ന് അസൂയ മൂലമോ മറ്റോ അവര് നോക്കുന്ന ചില നോട്ടങ്ങളിൽ നിന്ന് സംഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾക്കും പ്രയാസങ്ങൾക്കുമാണ് കണ്ണേർ എന്ന് പറയുന്നത്. അപ്പൊ കണ്ണേർ എന്താന്ന് മനസ്സിലായല്ലോ? അതാണ് ചില ആളുകള്, ചിലപ്പോൾ ഞാനൊരു മനസ്സിലാക്കാൻ വേണ്ടി പറയാണ്, ചില ആളുകള് അവർക്ക് വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ചിട്ട് 20-25 വർഷങ്ങളായിട്ടൊന്നും മക്കൾ ഉണ്ടായിട്ടുണ്ടാവില്ല. അപ്പൊ അവര് നമ്മുടെ മക്കളെ കാണുകയാണ്, ചെറിയ ചെറിയ മക്കളെ കാണുകയാണ്. അപ്പൊ അവർക്ക് അതില്ലാത്തൊരു പ്രയാസം ഉണ്ടാവുമല്ലോ. ആ പ്രയാസത്തിൽ നിന്ന് നമ്മളെ കുട്ടികളെ അവർ വർണ്ണിക്കുക, അവര് ഇങ്ങനെ പറയുക, നല്ല കുട്ടിയാണല്ലോ, നല്ല സുന്ദരിയാണല്ലോ എന്നൊക്കെ, മിടുക്കി എന്നൊക്കെ പറഞ്ഞ എന്തെങ്കിലും ഒരു വാക്ക്, അത് പ്രത്യക്ഷത്തിൽ നമുക്ക് നല്ല വാക്കായിട്ട് തോന്നും. അങ്ങനെ നല്ല വാക്കായിട്ട് തോന്നുന്നതാണെങ്കിലും ആ വാക്ക് ചിലപ്പോ അത് വേറെ ചില രൂപത്തിൽ ചില ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉണ്ടാക്കും. അതിനാണ് കണ്ണേർ എന്ന് പറയുന്നത്. ഈ കണ്ണേർ അത് യാഥാർത്ഥ്യമാണെന്ന് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഒരു സംഭവം കാണാം, കിതാബുകളിലൊക്കെ കാണാം. ഞാൻ നമ്മുടെ ഓഡിയൻസ് കൂടുതലും സാധാരണക്കാരായതുകൊണ്ടാണ് കിതാബിന്റെ റെഫറൻസും കാര്യങ്ങളും പേജ് നമ്പറൊന്നും പറയാത്തത്. ഇങ്ങനെ പറഞ്ഞാൽ തന്നെ മനസ്സിലാവുമല്ലോ എന്ന് കരുതിയിട്ട് മിഷ്കാത്തിലൊക്കെ കാണാം, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ ഒരു സംഭവം എത്തുകയാണ്. സഹ്ൽ ബിൻ ഹുനൈഫ് റളിയല്ലാഹു അൻഹു, ഒരു സഹാബിയുടെ പേരാണ്. ആ സഹ്ൽ ബിൻ ഹുനൈഫ് റളിയല്ലാഹു അൻഹു കുളിക്കുന്ന സമയത്ത് അത് കണ്ട മറ്റൊരു സഹാബി ഇങ്ങനെ പറയുകയാണ്, മണിയറയിൽ കഴിയുന്ന മണവാട്ടിക്ക് പോലും ഈ സൗന്ദര്യം ഞാൻ കണ്ടിട്ടില്ല, ഇത്രയും സുന്ദരമായൊരു രൂപം മണിയറയിൽ കഴിയുന്ന ഒരു മണവാട്ടിക്ക് പോലും ഞാൻ കണ്ടിട്ടില്ല എന്നൊരു സഹാബി പറയുകയും, അത് കേട്ടപ്പോൾ തന്നെ ആ കുളിച്ചുകൊണ്ടിരിക്കുന്ന ആ സഹാബി അവിടെ നിലത്ത് വീണു എന്നാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ ഈ വിവരമെത്തി. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിക്കുകയാണ്, ആരെങ്കിലും ഇദ്ദേഹത്തിന് കണ്ണുവെക്കുന്നതായി ഭാവിക്കുന്നുണ്ടോ? സഹാബത്ത്, ഒരു സഹാബി അഭിപ്രായപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സഹാബിയോട് ഗൗരവത്തിൽ, എന്തിനാണ് നിങ്ങൾ നിങ്ങളുടെ സഹോദരനെ വധിക്കുന്നത്? പകരം നിങ്ങൾക്ക് ബറക്കത്തിന് വേണ്ടി ദുആ ചെയ്താൽ പോരെ എന്ന ഒരു ഹദീസ് മിഷ്കാത്ത് എന്ന് പറയുന്ന കിതാബിൽ കാണാം. അപ്പൊ സഹ്ൽ ബിൻ ഹുനൈഫ് റളിയല്ലാഹു അൻഹു കുളിച്ചുകൊണ്ടിരിക്കുമ്പോ മണിയറയിൽ കഴിയുന്ന മണവാട്ടിയെ പോലും ഇത്ര സൗന്ദര്യവതിയായി ഞാൻ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞപ്പോ ആ വാക്ക്, ആ നോട്ടം, ആ കണ്ണവിടെ സംഭവിച്ചു. അതുകൊണ്ടാണ് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, എന്തിനാ നിങ്ങൾ ഒരാളെ നശിപ്പിക്കുന്നത്, നിങ്ങൾക്ക് അവർക്ക് വേണ്ടി ദുആ ചെയ്താൽ പോരെ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയാണ് കണ്ണേർ, അതുണ്ട്, അത് സംഭവിക്കും. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ഒരു സ്ത്രീക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മന്ത്രിക്കാൻ വേണ്ടി കൊടുത്തതൊക്കെ. അപ്പൊ കണ്ണേർ ഉണ്ട്, അൽ ഐനു ഹഖ്ഖുൻ, അത് സംഭവിക്കും. അതാർക്കും സംഭവിക്കും, വലിയവർക്കും സംഭവിക്കും, മുതിർന്നവർക്കും സംഭവിക്കും, അത് കുട്ടികൾക്കും സംഭവിക്കും. അതൊക്കെ സംഭവിക്കാതിരിക്കാൻ വേണ്ടി ചില കാവലുകൾ നാം ചെയ്യണം. ഓക്കെ, അപ്പോ അത് ആധുനിക ചില ചിന്തകന്മാരൊക്കെ പറയുന്നുണ്ട് കണ്ണേർ സംഭവിക്കുന്ന. ഈ ആധുനിക സൈക്കോളജിസ്റ്റുകള് അവർ
അവരും ഇത് അംഗീകരിക്കുന്നുണ്ട്. ഞാൻ ഒരുപാട് പുസ്തകങ്ങൾ വായിക്കുന്നതിനിടയിൽ ചില ആളുകളൊക്കെ അങ്ങനെ അഭിപ്രായപ്പെട്ടത് ഞാൻ എൻ്റെ വായനയുടെ ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ട്. എനിക്ക് ഒരുപാട് ആളുകൾ അങ്ങനെ പറഞ്ഞതറിയാം. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രമുഖ സൈക്കോളജിസ്റ്റാണ് ജി സോമസുന്ദരം എന്ന് പറയുന്നവര്. അവരവരുടെ ആരോഗ്യശാസ്ത്രം എന്ന് പറയുന്ന പുസ്തകത്തിൽ ഇങ്ങനെ പറയുന്നതായിട്ട് കാണാം: ചില ആളുകൾ അഭിപ്രായം പറഞ്ഞാൽ അത് ആ വ്യക്തിക്ക് ഫലിക്കുമെന്ന്. അത് നമ്മളെ ദീനുമായി ബന്ധപ്പെട്ട ഒരാളൊന്നല്ല. അവര് സൈക്കോളജി, മനഃശാസ്ത്രം പഠിച്ച മനുഷ്യന്റെ അവന്റെ വാക്കുകളെയും പ്രവർത്തനങ്ങളെയും ചിന്തകളെയൊക്കെ കുറിച്ച് നിരന്തരം വർഷങ്ങളായി പഠിച്ച് അതിനെക്കുറിച്ച് റിസർച്ച് ചെയ്യുന്ന സൈക്കോളജിസ്റ്റുകളാണ്. അവരിൽ വളരെ പ്രധാനപ്പെട്ട ഒരാളാണ് ജി സോമസുന്ദരം എന്ന് പറയുന്നവര്. അവരുടെ ആരോഗ്യശാസ്ത്രം എന്ന പുസ്തകത്തിൽ എഴുതി വച്ചിരിക്കുകയാണ്, ചില ആളുകൾ അഭിപ്രായം പറഞ്ഞാൽ അത് ആ വ്യക്തിക്ക് ഫലിക്കുമെന്ന്. അപ്പോ നമ്മളതൊന്നല്ല തെളിവ് പറയുന്നത്. നമ്മുടെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അൽ ഐനു ഹഖ്ഖുൻ എന്ന് പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ സംഭവിക്കുമെന്ന്. മാത്രമല്ല റൂഹുൽ ബയാനിലൊക്കെ കാണാം അൽ ഐനു യുദ്ഖിലുർ റജുല അൽ ഖബ്ർ വൽ ജമൽ അൽ ഖിദർ വൽ ജമൽ അൽ ഖിദർ. ഈ ഐന്, അത് കണ്ണേറ് മനുഷ്യനെ ഖബറിലെത്തിപ്പിക്കും, പ്രവേശിപ്പിക്കും. ഒട്ടകത്തിനെ കലത്തിലും പ്രവേശിപ്പിക്കുമെന്ന് പറഞ്ഞതായിട്ട് കാണാം. അതുകൊണ്ട് തന്നെ യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടുത്തെ മക്കൾക്ക് കൊടുത്ത ഉപദേശങ്ങളിൽ സൂറത്ത് യൂസുഫിൽ ഒരു ആയത്ത് കാണാം: യാ ബുനയ്യ ലാ തദ്ഖുലൂ മിൻ ബാബിൻ വാഹിദിൻ വദ്ഖുലൂ മിൻ അബ്വാബിൻ മുതഫരിഖ. മക്കളെ, നിങ്ങൾ ഒരു വാതിലിലൂടെ പ്രവേശിക്കരുത്, നിങ്ങൾ വ്യത്യസ്തങ്ങളായ വാതിലുകളിലൂടെയാണ് അകത്തേക്ക് പ്രവേശിക്കേണ്ടത് എന്ന് യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടുത്തെ മക്കൾക്ക് ഉപദേശം കൊടുക്കുന്നുണ്ട്. ഒരു വാതിലിലൂടെ നിങ്ങൾ ഇങ്ങനെ വരിവരിയായിട്ട് പ്രവേശിക്കുമ്പോൾ അത് മറ്റുള്ളവരുടെ നോട്ടം ശ്രദ്ധിക്കാൻ കാരണമാകുന്നത് കൊണ്ട് നിങ്ങൾ അങ്ങനെ പ്രവേശിക്കരുത്. ഇങ്ങനെ പറയാൻ യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇങ്ങനെ പറയാൻ കാരണം അത് കണ്ണേറ് ഏൽക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണെന്ന് തഫ്സീർ റൂഹുൽ ബയാനിൽ രേഖപ്പെടുത്തിയതായിട്ട് കാണാം. അപ്പൊ കണ്ണേറ് സംഭവിക്കും, കണ്ണേറ് സംഭവിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന് മനസ്സിലായല്ലോ. മാത്രമല്ല ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, സുലുസു മനായാ ഉമ്മത്തി മിനൽ ഐൻ. ജാമിഉ സഗീറിൽ ഇമാം സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി രേഖപ്പെടുത്തി വെച്ചതാണ്, എൻ്റെ ഉമ്മത്തിലെ 1/3 ഭാഗം ആളുകളും മരിക്കുന്നത് കണ്ണേറ് കൊണ്ടാണ്. നിസ്ഫു മാ യുഹ്ഫറു ലി ഉമ്മത്തി മിനൽ ഖുബൂരി മിനൽ ഐൻ. കണ്ണേറ് കൊണ്ടാണ് അവർ സംഭവിക്കുന്നത്. ഈ ഉമ്മത്തിന്റെ ഖബർ കുഴിക്കപ്പെടുന്നതിലധികവും പകുതിയും കണ്ണേറ് കൊണ്ട് മരിച്ചവർക്ക് വേണ്ടിയാണെന്ന് പറഞ്ഞതായിട്ട് ജാമിഉ സഗീറിലെ സുയൂത്തി ഇമാം പറഞ്ഞതായിട്ട് കാണാം. അപ്പൊ കണ്ണേറ് സംഭവിക്കും, അത് സംഭവിക്കുന്ന ആളുകളുണ്ട്. അപ്പൊ കണ്ണേറ് സംഭവിക്കാതിരിക്കാൻ വേണ്ടി എന്തെല്ലാം മുൻകരുതലുകളാണ് നാം ചെയ്യേണ്ടത്? അത് നല്ലോണം ശ്രദ്ധിക്കണം. കണ്ണേറ് സംഭവിക്കുന്ന സാഹചര്യങ്ങളെ തൊട്ട് ഒഴിവാക്കണം. അത് സ്വാഭാവികമായിട്ട് നമുക്ക് ചിന്തിച്ചാൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും. ചില ആളുകൾക്ക് ചില പ്രയാസങ്ങൾ ഉണ്ടാവും. അപ്പൊ ഇവരുടെ വാക്കുകളും ഇവരുടെ നോട്ടങ്ങളൊന്നും നമുക്കത് ഒരു പന്തികേടുള്ള നോട്ടമായിട്ടോ വാക്കുകളായിട്ടോ നമുക്ക് തോന്നൂല. അതാണ് അതിന്റെ പ്രത്യേകത. അതാണ് കണ്ണേറിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അത് നമുക്ക് ചില ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉള്ളതായിട്ട് നമുക്ക് തോന്നൂല. അവര് അത് സംസാരിക്കും, അതേപോലെ തന്നെ അങ്ങ് പറയും, ഒരു നോട്ടം നോക്കും. പക്ഷെ അവരുടെ മനസ്സിന്റെ ഉള്ളില് പ്രത്യക്ഷത്തിൽ തിരിച്ചറിയാൻ സാധിക്കൂല എന്നാണ്. അപ്പോ പണ്ട് കാലങ്ങളിലൊക്കെ ചില ഉമ്മാമ്മമാരൊക്കെ പറയുന്ന ചില സംഭവങ്ങളൊക്കെ കേട്ടിട്ടില്ലേ? ആ ആള് അന്ന് അതിലൂടെ പോകുന്ന സമയത്ത് ആ കൃഷി, ആ വാഴത്തോട്ടത്തിലേക്ക് നോക്കിയിട്ട് അല്ലോ എന്തുപോലെ കുലച്ചു നിൽക്കുന്ന വാഴകളാണ് ഇതെന്ന് പറഞ്ഞപ്പോ അതിന്റെ 2 ദിവസം കഴിഞ്ഞപ്പോഴേക്കും ആ വാഴകളെല്ലാം നശിച്ചുപോയി എന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ? അപ്പൊ ചില ആളുകളുടെ നോട്ടവും ചില ആളുകളുടെ പ്രവർത്തനവും വാക്കുകളൊക്കെ അതങ്ങനെ സംഭവിക്കും. അപ്പൊ അത്തരം സംഭവങ്ങൾ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നാം നല്ല മുൻകരുതലുകൾ എടുക്കണം. അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ മക്കൾക്ക് കണ്ണേറ് സംഭവിക്കാതിരിക്കാൻ. കുട്ടികൾക്കൊക്കെ കണ്ണേറ് സംഭവിച്ചാൽ വലിയ പ്രയാസങ്ങൾ ഉണ്ടാകും. കണ്ണേറ് സംഭവിച്ചാൽ തിരിച്ചറിയാനുള്ള അടയാളങ്ങളുണ്ട്. ആ അടയാളങ്ങളിലൂടെ നമ്മുടെ മക്കൾക്ക് കണ്ണേറ് സംഭവിച്ചിട്ടുണ്ടോ എന്ന് നാം മനസ്സിലാക്കണം. അതിൽ വളരെ പ്രധാനപ്പെട്ട അടയാളങ്ങളാണ്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഒരിക്കൽ നടന്നു പോകുമ്പോൾ ഒരു കുട്ടിയെ കണ്ടു. ആ കുട്ടി കാണാൻ നല്ല ഭംഗിയുള്ള കുട്ടിയായിരുന്നു. ആ കുട്ടിയെ കണ്ടപ്പോൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ആ കുട്ടിയോട് പറഞ്ഞു, ദസ്സിമു നൂനതഹു. ആ കുട്ടിയുടെ അഹിലുകാരോട് പറഞ്ഞു, ദസ്സിമു നൂനതഹു ലി അല്ലാ തുസീബഹുൽ ഐൻ. ആ കുട്ടിയുടെ
നൂനത്ത് എന്ന് പറഞ്ഞ താടിയെല്ലുകൾക്കിടയിലുള്ള സ്ഥലത്തിന് നൂനത്ത് എന്ന് പറയാം. ആ കുട്ടിയുടെ ആ താടിയെല്ലുകൾക്കിടയിലുള്ള ഭാഗം നിങ്ങൾ കറുപ്പിക്കുവിൻ. അങ്ങനെ കറുപ്പിച്ചു കഴിഞ്ഞാൽ അല്ലാ തുസീബഹുൽ ഐൻ, ആ കുട്ടിക്ക് കണ്ണേറ് സംഭവിക്കാതിരിക്കാൻ വേണ്ടി അങ്ങനെ ചെയ്യുവിനെന്ന്. പഴയകാല ഉമ്മമാരൊക്കെ നമ്മുടെ മക്കൾക്ക് അവരൊക്കെ കുളിച്ച് ഫ്രഷായി അവർക്ക് പൗഡറൊക്കെ ഇട്ട് കൊടുത്ത് അവരൊക്കെ ഒരുക്കി കഴിഞ്ഞതിന് ശേഷം അവര് കൺമശൊക്കെ ഇട്ട് അതിന്റെ ഒരു ചെറിയ ഭാഗം അവർ കവിളത്ത് കുത്തു കൊടുക്കുന്ന കാണുന്നില്ലേ? ആ കവിളത്ത് കുത്തു കൊടുക്കുന്നത് ഒരു പക്ഷേ ഇതുകൊണ്ടായിരിക്കാം. ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറയുന്നത് കേട്ടില്ലേ? അതെന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യാൻ പറയുന്നത്? ഈ കുട്ടി ഇങ്ങനെ നല്ല സുന്ദര രൂപത്തിൽ ഇങ്ങനെ നിൽക്കുമ്പോ ആദ്യമായിട്ട് ഈ കുട്ടിയെ നോക്കുന്ന ഈ നോട്ടം, നേരെ ആ നോട്ടം ആ കുട്ടിയുടെ ഭംഗിയിലേക്കൊന്നും എത്താതെ അത് ഈ കുത്തിടുന്നതിലേക്ക്, ഈ പുള്ളിയിടുന്നതിലേക്ക്, ആ കറുപ്പിച്ച ഭാഗത്തേക്ക് ആ ഫസ്റ്റ് നോട്ടം എത്താൻ വേണ്ടിയിട്ട്. അപ്പൊ കണ്ണേർ ആ കാരണം കൊണ്ട് ആ പുള്ളിയിലേക്കും ആ കുത്തിലേക്കും ആ കറുപ്പിച്ച ഭാഗത്തിലേക്കും ഒന്നായി പോകും. അതുകൊണ്ട് അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇന്ന് നമ്മുടെ മക്കളുടെയൊക്കെ നല്ല മനോഹരമായ ഫോട്ടോകളൊക്കെ സ്റ്റാറ്റസ് വെക്കും. അങ്ങനെ സ്റ്റാറ്റസ് വെക്കുമ്പോൾ ഏതെല്ലാം ചിന്താഗതിക്കാരാണ് അത് കാണുന്നത്, ആരൊക്കെയാണ് അത് നോക്കുന്നത്, നോക്കുമ്പോൾ അവരുടെ ചിന്തകൾ, മനസ്സുകൾ എങ്ങനെയാണ്, അവരതിനെക്കുറിച്ച് എന്താണ് അഭിപ്രായം പറഞ്ഞു, ഇതൊന്നും നമുക്കറിയൂലോ. അവരുടെ ആ പ്രഥമ നോട്ടത്തിൽ സംഭവിക്കുന്ന നോട്ടങ്ങള് അതൊന്നും നമ്മുടെ മക്കൾക്ക് ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഉണ്ടാക്കരുത്. അപ്പൊ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നല്ല ഹിഫ്ളിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം. അതിനിപ്പോ നമ്മൾ സ്റ്റാറ്റസ് ഒക്കെ വെക്കുന്ന സമയത്ത് മാഷാ അല്ലാ എന്നൊക്കെ ഇട്ട് കൊടുക്കുക. അത് അങ്ങനെ തന്നെ മഹാന്മാരൊക്കെ ചില ഭാഗങ്ങളില് ചില വീടുകളൊക്കെ നിർമ്മിക്കുന്ന സമയത്ത് മാഷാ അല്ലാ എന്ന് എഴുതി വെക്കുന്ന കണ്ടിട്ടില്ലേ? മാഷാ അല്ലാ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്നൊക്കെ എഴുതി വെക്കുന്ന കണ്ടിട്ടില്ലേ? അപ്പോ അങ്ങനെ എഴുതി വെക്കുന്നതൊക്കെ അത്തരം നോട്ടങ്ങള് തട്ടാതിരിക്കാനും കണ്ണ് തട്ടാതിരിക്കാനും വേണ്ടിയിട്ടാണ്. അതൊക്കെ കിതാബുകളിൽ കണ്ണീർ തട്ടാതിരിക്കാൻ വേണ്ടി മാഷാ അല്ലാഹു ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്നുള്ള ആ ഒരു ദിക്റിന് വലിയ ശ്രേഷ്ഠതയുണ്ട്. അതൊക്കെ എവിടെയെങ്കിലും എഴുതി വെച്ചാൽ, അതാണ് വീടുണ്ടാക്കുന്ന സ്ഥലത്തൊക്കെ ഉസ്താദുമാർ എഴുതി വെക്കാൻ പറയും, മാഷാ അല്ലാ എന്നുള്ള എഴുതി വെക്കണം. നിങ്ങൾ കണ്ടിട്ടില്ലേ വീടുണ്ടാക്കുന്ന സമയത്ത് അങ്ങനെ എഴുതി വെക്കുന്നത്? പണി നടന്നുകൊണ്ടിരിക്കുന്ന വീടിന്റെ പുറത്തൊക്കെ എഴുതി വെക്കും മാഷാ അല്ലാ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. ഇത് രണ്ടിനും നല്ല ഫലമുണ്ട്. ഇത് എഴുതി വെക്കണം പല സ്ഥലങ്ങളിലും. നമ്മുടെ കുട്ടികളുടെയൊക്കെ സ്റ്റാറ്റസ് മാക്സിമം ഇടാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. അങ്ങനെ ഇട്ട് കഴിയുകയാണെങ്കിൽ തന്നെ അതിന്റെ താഴെ ഒരു മാഷാ അല്ലാ എന്നൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇപ്പത്തെ കാലത്തിൽ ആരാ ഇടാതിരിക്കുക? അപ്പൊ ഇട്ട് കൊടുക്കുമ്പോ മാഷാ അല്ലാ എന്നൊക്കെ എഴുതി കൊടുത്താല് അൽഹംദുലില്ലാ ആ ഫസ്റ്റ് നോട്ടം തന്നെ അങ്ങനെ അത് ഒഴിവായി കിട്ടും. ഈ റൂഹുൽ ബയാൻ എന്ന് പറഞ്ഞിട്ട് തഫ്സീറിന്റെ ഒരു വലിയ ഗ്രന്ഥമാണ്, വിശുദ്ധ ഖുർആൻ വിശദീകരിക്കുന്ന ഗ്രന്ഥം. അതിലൊക്കെ ചില പ്രത്യേക പാമ്പുകൾ നോക്കിയാല് മനുഷ്യർ മരിച്ചു പോകുമെന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അതിലങ്ങനെയൊക്കെ കാണാം. ഗർഭമുള്ള സ്ത്രീകളുടെ ഗർഭമലസിപ്പിക്കാൻ ചില പ്രത്യേക പാമ്പുകളുടെ നോട്ടം കാരണമാകും. അതുകൊണ്ട് തന്നെ നമ്മൾ അത്തരം വിഷയങ്ങളെ തൊട്ടൊക്കെ കാവല് ചെയ്യണമെന്നൊക്കെ റൂഹുൽ ബയാനിൽ രേഖപ്പെടുത്തിയത് കാണാം. ഇതൊക്കെ കിതാബിലുള്ളതാ. ഈ കൃഷിയിടങ്ങളിലൊക്കെ കണ്ണീർ തട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് മൃഗങ്ങളുടെ ജവാജിമ, മൃഗങ്ങളുടെ ഈ എന്തെങ്കിലും ഓരോ വസ്തുക്കളും കാര്യങ്ങളൊക്കെ ഈ കൃഷിയിടങ്ങളിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ ആളുകൾ നോക്കുമ്പോൾ ആ ഫസ്റ്റുള്ള നോട്ടം ആ വസ്തുക്കളിലേക്കാകുമ്പോൾ ആ കണ്ണീരിൽ നിന്ന് രക്ഷ ലഭിക്കാൻ അത് കാരണമാകും. ആ ശ്രദ്ധ തിരിക്കുന്ന ഒരു വല്ല വസ്തുക്കളും അതിന്റെ മുമ്പിൽ വെക്കണമെന്നൊക്കെ എഴുതി വെച്ചത് കാണാൻ സാധിക്കും. അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചാൽ കണ്ണീരിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുമെന്നാണ്. അപ്പൊ കണ്ണേറ് സംഭവിച്ച ഒരാളെ തിരിച്ചറിയാനുള്ള അടയാളം, ആ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ തിരിച്ചറിയാനുള്ള അടയാളം, മുതിർന്നവർക്കാണെങ്കിൽ അത് തിരിച്ചറിയാനുള്ള അടയാളം നല്ല ക്ഷീണമുണ്ടാകുമെന്നാണ്. കണ്ണേറ് സംഭവിച്ച ആളുകൾക്ക് നല്ല ക്ഷീണമുണ്ടാകും, കൂടുതൽ ഉറക്കം, അതാണ് അടയാളം. കൂടുതൽ ഉറക്കം ഉണ്ടാവുക, അല്ലെങ്കിൽ ഉറക്കം തീരെ ഇല്ലാതിരിക്കുക, ഭക്ഷണത്തിനോട് അതൃപ്തി ഉണ്ടാകുക, അതേപോലെ തന്നെ ഈ നിർത്താതെ കരയുക, ഈ ഇബാദത്തില് മുഴുകാനുള്ള ഒരു വിമുഖത, ഇതൊക്കെ കണ്ണേറ് ബാധിച്ചവർക്കുള്ള ലക്ഷണങ്ങളാണ്. ഇതൊക്കെ നല്ല ക്ഷീണമുണ്ടാകുക, കൂടുതൽ ഉറക്കം വരിക, അല്ലെങ്കിൽ തീരെ ഉറക്കമില്ലാതിരിക്കുക, ഭക്ഷണത്തിനോട് അതൃപ്തി ഉണ്ടാകുക, നിർത്താതെ കരയുക. ചില മക്കളൊക്കെ നിർത്താതെ കരയുന്ന കാണുന്നില്ലേ? അതൊക്കെ എവിടുന്നെങ്കിലും ഒരു കണ്ണ് കിട്ടിയിട്ടുണ്ടാവും. കുട്ടികളെ കാണാൻ വേണ്ടിയിട്ട് കുറെ ആളുകൾ വരുന്നതല്ലേ? അപ്പൊ കാണുമ്പോഴൊക്കെ എന്തെങ്കിലും, അതാണ് ചെറിയ മക്കൾക്കൊക്കെ ഈ കവിളത്ത് ഒരു കുത്തിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ നോട്ടം, ഫസ്റ്റിലുള്ള നോട്ടം അങ്ങോട്ടായി കഴിഞ്ഞാല് ഒരു പക്ഷേ കണ്ണീരിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ സാധിക്കും. നമ്മൾ ഇബാദത്തിൽ മുഴുകാനുള്ള ഒരു വിമുഖത, ഒരു പ്രയാസം, അതൊക്കെ ഉണ്ടായി കഴിഞ്ഞാല് അതൊക്കെ ഈ കണ്ണീരിൽ നിന്ന്
കണ്ണേറ് സംഭവിച്ചവർക്കുള്ള ലക്ഷണങ്ങളാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ മക്കളെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ, നമ്മുടെ മക്കള് അണിയിച്ചൊരുക്കി ഇറങ്ങുമ്പോൾ ഇതൊക്കെ നല്ലോണം ശ്രദ്ധിക്കണം. കണ്ണേറ് സംഭവിക്കാതിരിക്കാനുള്ള പ്രവർത്തനങ്ങളൊക്കെ നമ്മുടെ മക്കൾക്ക് ചെയ്തിട്ടുണ്ടോ എന്ന് വളരെ കൃത്യമായി നാം നോക്കണം. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അതിനുള്ള കാവലുകളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് ഒരുവിധം നമുക്ക് രക്ഷ നേടാൻ സാധിക്കും. നമ്മൾ നമ്മുടെ മക്കളെയൊക്കെ അണിയിച്ചൊരുക്കുന്ന സമയത്ത് ഒന്നും അണിയിച്ചൊരുക്കി പുറത്തിറക്കണ്ടെന്നല്ല, ഇനി കണ്ണേറ് തട്ടുമെന്ന് എഴുതിയിട്ട് ഒന്നും ചെയ്യണ്ടെന്നല്ല. ഇതൊക്കെ ചെയ്യണം. ചെയ്യുന്നതിനോട് കൂടെ തന്നെ അതിനുള്ള കാവലിനുള്ളത് ചെയ്തു വെക്കണം എന്നാ. അതിനുള്ള നമ്മൾ ആരെങ്കിലും കാവലിനുള്ളത് ചെയ്തു വെച്ചിട്ടുണ്ട്, നമ്മുടെ മക്കളെ ഹൈഫിലിന് വേണ്ടിയിട്ടുള്ളത് അത് ചെയ്തു വെക്കണം. നമ്മളൊരു കട തുടങ്ങണില്ലേ, കടക്ക് ഹൈഫിലിന് വേണ്ടി ചെയ്തു വെക്കണം. അതേപോലെ തന്നെ മക്കള് ജനിച്ച മുതലേ ആ കുട്ടികൾക്കുള്ള ഹൈഫിലിന് വേണ്ടി പഴയ കാലം മുതലേ ചെയ്തു വെക്കുന്ന എല്ലാ സംഭവങ്ങളും ചെയ്തു വെക്കണം. അവർക്ക് കൈക്കല്ല് കെട്ടാനുള്ളത് കെട്ടിക്കൊടുക്കണം. അതേപോലെ തന്നെ അവർക്ക് മന്ത്രിക്കാനുള്ളത് മന്ത്രിച്ചു കൊടുക്കണം. ഇങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും ചെയ്യണം. ഈ സിഹിർ കണ്ണേറൊക്കെ ബാധിച്ച ആളുകൾക്ക് മന്ത്രിച്ചു കൊടുക്കുമ്പോഴും നല്ലോണം ശ്രദ്ധിക്കാനുണ്ട്. ചിലപ്പോൾ അത് നേരെ തിരിച്ചടിക്കും. എന്തെങ്കിലും കണ്ണ് വന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ സിഹറോ ബാധിച്ചിട്ടുണ്ടെങ്കിൽ ഈ സിഹറൊക്കെ ബാത്തിലാക്കുന്ന സമയത്ത് നമ്മൾ ഈ ഫീൽഡിൽ ഉണ്ടായത് കൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ അനുഭവങ്ങൾ പറഞ്ഞ് നമുക്കറിയാം ഈ സിഹറു ബാത്തിലാക്കുന്ന സമയത്ത്. അതേപോലെ തന്നെ എന്നാള് ഒരു സഹോദരന് അദ്ദേഹത്തിന്റെ വീടിന് കുറ്റിയടിക്കുന്ന സമയത്ത്, ആ കുറ്റി അടിച്ച സമയത്ത് അദ്ദേഹം താമസിക്കുന്ന വീട്ടിന്റെ സ്റ്റെയറിൽ നിന്ന് ഒരാൾ അപ്പം തന്നെ വീഴുക. അപ്പൊ ആ ഭൂമിയുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്ന എന്തോ ഒരു ഷെറ് അയാൾക്ക് വന്ന് അത് നേരെ കുടുംബത്തിലേക്ക് എത്തിയതാണ്. അപ്പൊ നാം മന്ത്രിച്ചു കൊടുക്കുന്ന സമയത്ത് ആദ്യമായിട്ട് നമുക്ക് ഇത് തിരിച്ചടിക്കാതിരിക്കാൻ വേണ്ടി, നമ്മുടെ സ്വന്തം ശരീരത്തിന് തിരിച്ചടിക്കാതിരിക്കാൻ വേണ്ടി, അതുപോലെ തന്നെ നമ്മുടെ കുടുംബങ്ങൾക്ക് തിരിച്ചടിക്കാതിരിക്കാൻ വേണ്ടി പ്രത്യേകം അതിനുള്ള അമലുകൾ ചെയ്തിട്ടാണ് നാം ഇത്തരം ഗൗരവമുള്ള വിഷയങ്ങളൊക്കെ മന്ത്രിക്കേണ്ടത്. അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ ചെയ്ത് മന്ത്രിക്കുക. ഈ കണ്ണീറിനൊക്കെ മന്ത്രിക്കുമ്പോൾ, സിഹിറിനൊക്കെ മന്ത്രിക്കുമ്പോൾ, പ്രത്യേകിച്ച് ഈ കണ്ണീറിന് മന്ത്രിക്കുമ്പോൾ ഈ ആ കണ്ണീറാണെന്ന് തിരിച്ചറിയാൻ കുറെ മാർഗങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ മന്ത്രിക്കുന്ന സമയത്ത് ഈ കോട്ടുവായ നന്നായിട്ടിടും. അത് തന്നെ ഒരു പ്രയാസമുള്ള ഒരു കോട്ടുവായ, ഒരു പ്രയാസപ്പെട്ട് കോട്ടുവായ ഇടുന്നത് പോലെ. അതേപോലെ തന്നെ നാം മന്ത്രിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് അത് തെറ്റിപ്പോകും. ഇങ്ങനെ മന്ത്രിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ അതിങ്ങനെ എററായി പോകും, തെറ്റിപ്പോയി കൊണ്ടേയിരിക്കും. ആയത്തുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയിക്കൊണ്ടേയിരിക്കുക, അല്ലെങ്കിൽ മറന്നുകൊണ്ടേയിരിക്കുക. നമുക്കിങ്ങനെ ഒരു പ്രയാസമുള്ള രൂപത്തിൽ ഒരു ചുമ വരിക, അതേപോലെ തന്നെ ഒരു തലക്കനം വരിക. ഇതൊക്കെ ഈ കണ്ണീർ ബാധിച്ച ആളുകൾക്ക് മന്ത്രിച്ചു കൊടുക്കുമ്പോൾ നമുക്കത് നല്ല ഫീൽ ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു പ്രയാസം ഈ നമ്മുടെ ശരീരത്തിന് വരാതിരിക്കാൻ വേണ്ടി അത്തരം അമലുകളൊക്കെ ചെയ്ത് നമ്മുടെ സ്വയം ശരീരത്തിനൊന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടി ആദ്യം ഒരു അമല് ചെയ്യുക, നമ്മുടെ കുടുംബത്തിന് സംഭവിക്കാതിരിക്കാൻ വേണ്ടി ഒരു അമല് ചെയ്യുക. അതിനുശേഷം നാം മന്ത്രിച്ചു കൊടുക്കുക. മന്ത്രിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കണ്ണേറിന് മന്ത്രിച്ചു കൊടുക്കേണ്ട, ഞാൻ ശേഷം പറയാൻ പോകുന്ന ഒരു മന്ത്രമുണ്ട്, കണ്ണേറിന് മന്ത്രിക്കാനുള്ള മന്ത്രം. ആ മന്ത്രം മന്ത്രിച്ചു കഴിഞ്ഞാൽ ആർക്ക് കണ്ണേറ് ബാധിച്ചിട്ടുണ്ടോ ആ കണ്ണേറ് പൂർണ്ണമായിട്ട് മാറും. നിങ്ങൾക്കൊക്കെ ചെയ്യാം. ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് മക്കളെ നമ്മുടെ അടുക്കൽ കൊണ്ടുവരാറുണ്ട് മന്ത്രിക്കാൻ വേണ്ടിയിട്ട്. അവർ പ്രത്യേകം അവരുടെ മക്കൾക്ക് നല്ല ഫഹമും അഖലും ബുദ്ധിശക്തി ഉണ്ടാവാൻ വേണ്ടിയിട്ട്, ഓർമ്മശക്തി ഉണ്ടാവാൻ വേണ്ടിയിട്ട്, കണ്ണേറ് സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്, സിഹർ ബാത്തിലാക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് മക്കളെ നമ്മുടെ മുമ്പിൽ കൊണ്ടുവരാറുണ്ട്. അള്ളാഹു ആ മക്കൾക്കൊക്കെ നല്ല നല്ല ബുദ്ധിയും ഫഹമും അഖലും നൽകണം. അല്ലാഹ് ഉപകരിക്കുന്ന മക്കളാക്കണം റഹ്മാനെ. അപ്പൊ കണ്ണേറ് സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് മന്ത്രിക്കേണ്ട മന്ത്രം ഞാനിവിടെ ഡിസ്പ്ലേയിൽ കാണിക്കുന്നുണ്ട്. അതേപോലെയാണ് മന്ത്രിക്കേണ്ടത്. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആദ്യമായിട്ട് സൂറത്തുൽ ഫാത്തിഹ 7 തവണ, സൂറത്തുൽ ഫാത്തിഹ 7 തവണ, സൂറത്തുൽ ഇഖ്ലാസ് 7 തവണ, സൂറത്തുൽ ഇഖ്ലാസ് 3 തവണ, സൂറത്തുൽ ഫാത്തിഹ 7 തവണ, സൂറത്തുൽ ഇഖ്ലാസ് 3 തവണ, സൂറത്തുൽ ഫലഖ് 3 തവണ, സൂറത്തുൻ നാസ് 3 പ്രാവശ്യം, ആയത്തുൽ കുർസി അത് 7 പ്രാവശ്യം, സൂറത്തുൽ അലം നശ്റഹ് അതായത് സൂറത്തുൽ ശർഹ്, അലം നശ്റഹ് ലക സദ്റക എന്ന് പറയുന്ന സൂറത്ത്, അത് 3 പ്രാവശ്യം. ഇതിൽ 7 പ്രാവശ്യം എന്നാണ് എഴുതിയിട്ടുള്ളത്, അത് 3 പ്രാവശ്യം. ഇതിങ്ങനെ ചൊല്ലിയിട്ട് മന്ത്രിക്കുക. ഇത് വളരെ നല്ല നിയ്യത്തോടുകൂടെ നമ്മുടെ മക്കളെ, കണ്ണീർ ബാധിച്ചു എന്ന് ചില ലക്ഷണങ്ങൾ പറഞ്ഞല്ലോ, ആ ലക്ഷണങ്ങളുള്ള നമ്മുടെ മക്കളെ ഇത് കൃത്യമായി ചൊല്ലിയിട്ട് മന്ത്രിച്ചു കൊടുക്കുക. അത് മന്ത്രിച്ചു കൊടുത്താൽ ആ കണ്ണീർ പൂർണ്ണമായിട്ടും മാറും. ആ കണ്ണീർ അവർക്ക് പിന്നെ ഉണ്ടാവൂല. കണ്ണീറുമായി ബന്ധപ്പെട്ട ഏത് പ്രയാസങ്ങളുണ്ടോ ആ പ്രയാസങ്ങളൊക്കെ മാറും. അതേപോലെ തന്നെ അദ്ഹിബിൽ ബഅ്സ റബ്ബന്നാസി വശ്ഫി അൻത ഷാഫി ലാ ശിഫാഅ ഇല്ലാ ശിഫാഉക ശിഫാഅൻ ലാ യുഗാദിറു സഖമൻ വലാ അലമ. ഈ ദിക്റുകളും ഈ ആയത്തുകളും ഈ ദിക്റുകളും
അതേപോലെ തന്നെ ഈ ഖുർആനുകളും വളരെ കൃത്യമായി ഓർഡർ പ്രകാരം നിങ്ങൾ മന്ത്രിച്ചു കൊടുത്താൽ കണ്ണേറുമായി ബന്ധപ്പെട്ട എല്ലാ പ്രയാസങ്ങളും, ചിലപ്പോൾ ആ കുട്ടി അങ്ങനെ പഠിക്കാതിരിക്കുന്നത് കണ്ണേറ് കാരണമായിട്ടായിരിക്കാം. ആ കുട്ടി അങ്ങനെ അത്രയും പ്രയാസപ്പെടുന്നത്, നമ്മുടെ മക്കള് അത്രയും ഒരു പുരോഗതി മക്കളുടെ ജീവിതത്തിൽ ആ ബുദ്ധിയില്ലാത്ത ഒരുമാതിരി കളി കളിക്കുന്നത് ഒരു പക്ഷെ കണ്ണേറ് കാരണമായിട്ടായിരിക്കാം. ആ കണ്ണേറ് പൂർണ്ണമായിട്ടും മാറാൻ ഈ രൂപത്തിൽ മന്ത്രിച്ചാൽ അത് നന്നായിട്ട് മാറും. കണ്ണേറ് സംഭവിച്ചതിന്റെ അടയാളങ്ങളായിട്ട് വളരെ പ്രധാനപ്പെട്ട അടയാളങ്ങളാണ് ഞാൻ പറഞ്ഞത്. അതേപോലെ തന്നെ നല്ലോണം ആക്റ്റീവായിട്ട് സംസാരിച്ചിരുന്ന മക്കള് പെട്ടെന്ന് സംസാരിക്കാതിരിക്കുക, അവരുടെ എക്സാമിന്റെ റിസൾട്ടിൽ പെട്ടെന്ന് മാർക്ക് കുറയുക, അതേപോലെ തന്നെ അവന്റെ സ്വഭാവത്തിൽ പ്രത്യേകമായ മാറ്റങ്ങൾ ഉണ്ടാവുക. ഇതൊക്കെ കണ്ണേറ് സംഭവിക്കുന്നത് കൊണ്ടായിരിക്കാം. എങ്ങനെ കണ്ണേറ് സംഭവിക്കുന്നു? ഇവര് നല്ല ഉഷാറായിട്ട് നല്ല സ്മാർട്ടായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന മക്കളാണ്. എന്നാൽ ആ മക്കൾക്ക് ആ സ്മാർട്ട്നെസ് കാണുമ്പോൾ ചില ആളുകൾക്ക് അത് അവർ കരുതിയിട്ട് സംഭവിക്കുന്നതല്ല, ചിലതൊന്നും അങ്ങനെ സംഭവിക്കുന്നതല്ല. അവരുടെ മനസ്സിൽ ആ ഒരു പ്രത്യേക സാഹചര്യത്തിൽ, ഞാൻ നേരത്തെ കണ്ണേറിന്റെ നിർവചനം പറഞ്ഞല്ലോ, ചില ആളുകള് അവര് ഒരു പ്രത്യേക സമയത്ത് അവരുടെ ആ ഒരു നമുക്കത് കാണുമ്പോൾ നല്ലൊരു പ്രകൃതിയായിട്ടാ തോന്നുക, നല്ലൊരു സംസാരമായിട്ടാ തോന്നുക, നല്ലൊരു നോട്ടായിട്ടാ തോന്നുക. പക്ഷെ ഉള്ളില് അത് വേറെന്തെങ്കിലും അസൂയയുടെ കാരണമായിട്ടോ അല്ലെങ്കിൽ എൻ്റെ മോൻക്ക് എന്തുകൊണ്ട് ഇങ്ങനെ മാർക്ക് കിട്ടിയില്ല എന്ന ചിന്തയിൽ നിന്നോ അത്തരം കാര്യങ്ങളിൽ നിന്നൊക്കെ ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ അത്തരം സാഹചര്യങ്ങൾ മാക്സിമം ഒഴിവാക്കാൻ വേണ്ടി ശ്രമിക്കുക. അതേപോലെ തന്നെ നമ്മുടെ വീടിന്റെ പരിസരങ്ങളിലും മറ്റുമൊക്കെ പല കോലങ്ങൾ ഉണ്ടാക്കി വെക്കാറുണ്ട് അല്ലേ? ഈ കോലങ്ങൾ ഉണ്ടാക്കി വെക്കുന്നത് ശരിയല്ല. അത്തരം കോലങ്ങൾ ഉണ്ടാക്കി വെക്കരുത്. എന്തെങ്കിലും ചില ഏറ്റവും നല്ലത് മാഷാ അല്ലാഹ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ, ഇത് എഴുതി വെച്ചാൽ തന്നെ വലിയ ഫലം ലഭിക്കും ഇത്തരം വിഷയങ്ങളിൽ നിന്ന് കാവല് ലഭിക്കാൻ. അതേപോലെ തന്നെ ഈ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായി മന്ത്രിക്കുക. അപ്പൊ കണ്ണേറുമായി ബന്ധപ്പെട്ട് ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞത് എന്താണ് കണ്ണേറെന്നും കണ്ണേറ് സംഭവിച്ച ആളുകൾക്ക് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മന്ത്രിക്കാൻ പറഞ്ഞു എന്നും അതിന്റെ ലക്ഷണങ്ങൾ എന്താണെന്നും നമ്മുടെ മക്കൾക്ക് കണ്ണേറ് സംഭവിച്ചിട്ടുണ്ടോ എന്നറിയാനുള്ള ലക്ഷണങ്ങൾ, അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതെങ്ങനെ നമുക്ക് ഒഴിവാക്കി കളയാം, അതിനുള്ള മന്ത്രങ്ങൾ, നമ്മുടെ വീട്, പറമ്പ്, വാഹനങ്ങൾ ഇവകളൊക്കെ തുടങ്ങുന്ന സമയത്ത് എന്തായാലും കണ്ണ് സംഭവിക്കും. കാരണം കണ്ണ് അൽ ഐനു ഹഖ്ഖുൻ, അത് യാഥാർത്ഥ്യമാണ്, അത് സംഭവിക്കുന്നതാണ്. ജീവിതത്തിൽ ഇന്ന് വരെ സത്യത്തിനെതിരെ പറഞ്ഞിട്ടില്ലാത്ത ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ്. അപ്പൊ അതൊരിക്കലും നിഷേധിക്കാൻ കഴിയില്ല. പല ആളുകളും അതൊക്കെ നിഷേധിക്കുന്നവരുണ്ട്. ഇതൊക്കെ സ്വഹീഹായ ഹദീസിൽ വന്നതാണ്. അപ്പൊ അത് സത്യമാണ്. അപ്പൊ സംഭവിക്കാതിരിക്കാൻ വേണ്ടി ഏതു പ്രവർത്തനങ്ങൾ തുടങ്ങുമ്പോഴും കാവലിന് വേണ്ടി ചെയ്തു വെക്കണം. അത് നല്ല ഒരു സയ്യിദിനെയോ ഒരു തങ്ങന്മാരെയോ ആലിമീങ്ങളെയോ പണ്ഡിതന്മാരെയോ വിളിച്ച് അവരെ കൊണ്ടൊക്കെ ചെയ്യിക്കുമ്പോൾ അതിന് വലിയ ഫലങ്ങൾ ഉണ്ടാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല കണ്ണിൽ നിന്നും സിഹറിൽ നിന്നും റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് വലിയ ഹിഫ്ള് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് ആളുകൾ വ്യത്യസ്തങ്ങളായ ആവശ്യങ്ങൾ പറഞ്ഞ് പ്രത്യേകം ദുആക്ക് ഏൽപ്പിച്ചിട്ടുണ്ട്. അല്ലാഹു എല്ലാവരുടെയും മുറാദുകൾ ഹാസിലാക്കി കൊടുക്കട്ടെ. പ്രത്യേകിച്ച് വലിയ വലിയ പ്രയാസങ്ങൾ പറഞ്ഞ് സിഹറുമായി ബന്ധപ്പെട്ടൊക്കെ ഒരുപാട് ആളുകൾ നിരന്തരം ഫോൺ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അവരോടൊക്കെ ഓർമ്മപ്പെടുത്താനുള്ളത്, ഒരു ദിവസം തന്നെ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ 200-ലധികം ഫോൺ കോളുകൾ വരുന്നുണ്ട്, നമുക്ക് എടുക്കാൻ കഴിയുന്നില്ല. അപ്പോൾ ഏതു സമയത്തും നിങ്ങൾക്ക് വാട്സപ്പ് വഴി മെസ്സേജ് അയക്കാം. നേരത്തെ ഇതിൽ നമ്പർ കാണിച്ചല്ലോ, വാട്സപ്പ് വഴി എപ്പോഴും മെസ്സേജ് അയക്കാം. ഇനി വാട്സപ്പിൽ ഞാനത് റീഡ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അതാണ് പലരും പറയുന്നത്, റീഡ് ചെയ്യുന്നില്ല എന്ന്. ഞാനത് റീഡ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അതൊരു കാരണം, അത് താഴേക്ക് നന്നായിട്ട് പോയിട്ടുണ്ടാകും. ഇത്രയും കോളുകൾ വരുന്നുണ്ടെങ്കിൽ എത്രത്തോളം മെസ്സേജുകൾ വരുന്നുണ്ടാവും. റീപ്ലൈ ചെയ്ത് അതിങ്ങനെ കൊടുക്കുമ്പോഴേക്കും ഒരുപാട് സമയമെടുക്കും. അപ്പൊ നിങ്ങൾ ഒന്നും കൂടെ അതിൽ തന്നെ മെസ്സേജ് അയക്കുക. കോൾ ചെയ്താൽ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളും അവിടെ സ്റ്റോപ്പായി പോകും. അതുകൊണ്ട് കോൾ ചെയ്യാതെ വീണ്ടും ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്ത് മെസ്സേജ് അയച്ചാൽ നിങ്ങൾ അയച്ച മെസ്സേജ് മുകളിലേക്ക് എത്തും. അപ്പൊ എനിക്കത് നോക്കാൻ കഴിയും, അപ്പോൾ റീപ്ലൈ ചെയ്യാൻ സാധിക്കും. ഏതു പ്രശ്നങ്ങൾക്കും ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം പറഞ്ഞു തരുന്നുണ്ട്. ആ പരിഹാരത്തിനൊക്കെ നിങ്ങൾ ചെയ്യേണ്ട റൂട്ട് ഇതാണെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഈ കാണുന്ന വാട്സപ്പ് വഴി നിങ്ങൾ മെസ്സേജ് അയച്ചറിയിച്ചാൽ ഇൻഷാ അല്ലാഹ് അതിന് സമയത്തിനനുസരിച്ച് എന്തായാലും അതിന് ഒരാഴ്ചൻ്റെ ഉള്ളിൽ എന്തായാലും അതിന് റീപ്ലൈ നൽകും. ഒരുപാട് മെസ്സേജുകൾ വരുമ്പോൾ നോക്കി എടുക്കാനുള്ള പ്രയാസങ്ങൾ കൊണ്ടാണ് സമയമെടുക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ പ്രയാസങ്ങളിൽ നിന്നും നമുക്ക് വലിയ ഹിഫ്ള്, വലിയ സലാമത്ത് റബ്ബ് സുബ്ഹാനഹു വ തആല നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.